തിരുവനന്തപുരം നഗരസഭയിൽ എന്നും ഈ പ്രതിപക്ഷ ബഹളവും അടിയും പിടിയും ഒക്കെയാണ്. പക്ഷെ ഇന്ന് കളറാകെ മാറിയിരിക്കുകയാണ്. ഓണത്തിന്റെ വരവറിയിച്ച് ഇവിടെ ഓണം മൂഡാണ്, ഫുൾ സെലിബ്രേഷൻ വൈബാണ് അല്ലേ ചേച്ചി? അതെ, നല്ല സെലിബ്രേഷൻ വൈബാണ്. ഞങ്ങൾ രാവിലെ മുതലേ വന്ന് ഇവിടെ നല്ലതായിട്ട് ആടി കളിച്ച് പാടി നല്ല ഡാൻസ് കളിച്ച് നല്ല തിമിർത്ത് നിൽക്കുകയാണ്. ഇവിടെ ഊഞ്ഞാലുണ്ട്, അതുപോലെ തന്നെ പൂക്കളം, വടംവലികൾ. ഇതാ സുന്ദരിക്ക് പൊട്ടുതൊടാൻ ഹണി റോസ് തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ വടംവലി, മറ്റ് ഗാനപരിപാടികൾ, കായിക വിനോദങ്ങൾ എല്ലാം തന്നെ ഉണ്ട്. ഇവിടെ ഒരു ഓണം മൂഡിലാണ് എല്ലാവരും ഉള്ളത്. ഇതാ അതിഗംഭീരമായൊരു പൂക്കളം കാണാം. പൂക്കളം നഗരസഭയുടെ എല്ലാം പക്ക ക്ലിയർ ആയിട്ടിരിക്കുകയാണ്. ഞാൻ കേട്ട് 2 വർഷമായിട്ടുള്ളൂ, പക്ഷെ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് നല്ല ഇതാണ്. ഓണം മൂടിലാണ്. ഓണപ്പൂവേ പൂവേ പൂവേ ഓണപ്പൂവേ പൂവേ പൂവേ. ഈ കാണുന്ന വടമാണ്. ഇനി അല്പസമയത്തിനുള്ളിൽ ഇവിടെ വലിയ വാശിയേറിയ മത്സരം ഈ വടത്തിന്റെ പേരിൽ നടക്കാൻ പോവാണ്. പ്രതിപക്ഷ ബഹളങ്ങളൊക്കെ ഉണ്ടാവുന്ന നഗരസഭ ഇന്ന് ശാന്തമാണ്, ഓണം മൂഡിലാണ്. ഇത്ര വൈബ്രന്റ് ആയിട്ട് നഗരസഭയെ വല്ലപ്പോഴും ഒക്കെ കാണാൻ പറ്റൂ. കണ്ണിറയെ കണ്ടുകൊള്ളുക. എങ്ങനെ ഓണം മൂടി ഓണം ആഘോഷിക്കാൻ വന്നത് തിരുവനന്തപുരം സെഞ്ചുറിയുടെ കലാകാരന്മാരാണ് ഇരിക്കുന്ന. പാട്ട് പാടാനായിട്ടാണ് വന്നേക്കുന്നത്. ഓണം പൊലിപ്പിക്കാനായിട്ട് ആ പാട്ട് പാടാൻ വിളിക്കാം. ഓരാണ്ടി ഒരിക്കലാണ് മാവേലി വരവതുണ്ട്. ഇങ്ങോട്ട് വന്ന് നമ്മളോട് പാട്ട് പാടാന്ന് പറഞ്ഞതാണ്. അത്രക്കും വൈബായിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. ചേച്ചി, പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവഴി തെറ്റിപ്പോയി. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ഓണം ഒരു ഓർമ്മയാണല്ലേ, മറന്നു പോയെങ്കിലും. കാരണം എന്തറിയോ, പെട്ടെന്ന് ഒന്ന് പാടാൻ പറയുമ്പോൾ എല്ലാം തെറ്റിപ്പോയി. അതാണ് ഈ പ്രാവശ്യം ഒത്തൊരുമയുടെ ഓണമാണ്. ഓണം അവർ കെങ്കേമമായി ആഘോഷിച്ച് നല്ല സദ്യയുണ്ട്, പൂക്കളമിട്ട് ഊഞ്ഞാലാടി ഗംഭീരമായി ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം. അങ്ങനെ സദ്യ നല്ല ഗംഭീര സദ്യയാണ്. പക്ഷേ ഞാൻ എഗെയിൻ മലബാറിൽ നിന്ന് വരുന്നതുകൊണ്ട് ആ കൾച്ചറൽ ഡിഫറൻസ്, ഇച്ചിരി സൈഡിലായിട്ട് കുറച്ച് ബീഫും കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ മനസ്സങ്ങ് നിറയായിരുന്നു. പിന്നെ എന്നോട് അധികം സദ്യയെ പറ്റി എനിക്ക് വാചാലയാവണമെന്നുണ്ട്. അധികം സംസാരിക്കരുത്, ക്യാമറമാന് കഴിക്കണം. സിജോ സുധാകരനാണുള്ളത്. ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ അയാൾ വയലൻ്റ് ആവും. അതുകൊണ്ട് ഞാൻ സദ്യയെ പറ്റി ചുരുക്കി പറയുന്നു, അതിഗംഭീരം. നല്ല ഒരു സദ്യ കഴിഞ്ഞിട്ട് നല്ല ഉറക്കം വരുന്നുണ്ട്. പക്ഷേ ഇവിടെ കസേരക്കളി തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ കസേരക്കളി മൂടാണ്. നിങ്ങൾക്ക് കാണാം, ചേച്ചിമാർ നല്ല വൈബായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. നേരെ ഓണമൊക്കെ ഇത്ര വൈബ്രന്റ് ആയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് നഗരസഭ കാണുന്നത്. ഓണമൊക്കെ എങ്ങനെ പോകുന്നു? ഓണം മൂഡിലാണോ നഗരസഭ? എല്ലാവരും നന്നായി ആഘോഷിക്കുകയാണ്. ഇത്തവണ ഒരു വ്യത്യസ്തമായ കാര്യം ചെയ്തത്, എല്ലാ ഓഫീസിൽ നിന്നും, നമ്മുടെ നഗരസഭയുടെ തന്നെ 11 സോണൽ ഓഫീസുണ്ട്. എല്ലാ സോണൽ ഓഫീസിൽ നിന്നും ജീവനക്കാരും ജനപ്രതിനിധികളും ഹരിതകർമ്മസേനാ പ്രവർത്തകർ വരെയുള്ള മുഴുവൻ ആളുകളും ഇവിടെ മെയിൻ ഓഫീസിൽ ഓണാഘോഷിക്കണം, ഒരുമിച്ച് ഓണാഘോഷിക്കണം എന്നാണ് തീരുമാനിച്ചത്. സദ്യയും അങ്ങനെയാണ് ക്രമീകരിച്ചത്. അപ്പോൾ വലിയ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പുള്ള ഒരു ഓണത്തിനാണ് എൻ്റെ വിവാഹം കഴിഞ്ഞത്. അടുത്ത ഓണത്തിന് കുഞ്ഞുണ്ടായി. അപ്പോൾ ഓരോന്നിനും ഓരോ പ്രാധാന്യമുണ്ട്. ഇത് നഗരസഭയുടെ ഈ ഭരണസമിതിയുടെ അവസാനത്തെ ഒരു ഒത്തുചേരലാണ്. അപ്പോൾ അതിനൊരു വലിയൊരു സ്പെഷ്യാലിറ്റി ഉണ്ടാവും. കാരണം ഇത്രയും ജീവനക്കാർ ഒരു വലിയൊരു ടൈമാണല്ലോ. ഏത് മൂഡിലാണ്? ഓണം മൂഡിലാണോ? നമ്മുടെ നാട്, ഈ സംസ്ഥാനവും ഓണം എപ്പോഴും വരവേൽക്കുന്നവരാണ്. ലോകത്തെല്ലായിടത്തും മലയാളികളുണ്ട്, എല്ലായിടവും ഉണ്ട് മലയാളികൾ ഓണം ആഘോഷിക്കുകയാണ്. ഇതൊരു ഒത്തൊരുമയുടെ ഓണമാണെന്നാണ് മേയർ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ 2 രാഷ്ട്രീയ പാർട്ടികളിൽ 2 ആശയങ്ങളിൽ വിശ്വസിക്കുന്നവർ ഒരുമിച്ച് സദ്യ ഉണ്ടെന്ന ഒരു രംഗമാണ് നമ്മൾ എല്ലാവരും കാണുന്നത്. എങ്ങനെ? അടിപൊളി ഭക്ഷണം. ഇതിൻ്റെ സംഘാടകരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. പൊതുവായ വിഷയങ്ങളിൽ എല്ലാവരും ഒരുമിച്ചാണ് നിൽക്കേണ്ടത്. അത് ഏത് കാര്യമായാലും പൊതുവായ വിഷയം, പ്രത്യേകിച്ച്
ഫെസ്റ്റിവൽ ആഘോഷങ്ങൾ. കൗൺസിൽ ഹാളിനകത്തുള്ള രാഷ്ട്രീയ വ്യത്യാസവും അഭിപ്രായ വ്യത്യാസവും പ്രത്യയശാസ്ത്ര വ്യത്യാസങ്ങളുമല്ല മനുഷ്യനെന്നുള്ളതിനിടയിലുള്ള സ്നേഹം. അതെ, ബഹളം ഒഴിഞ്ഞ് നല്ലൊരു ഓണം, വൈബ്രൻ്റ് ആയിട്ടുള്ള ഓണമാണിപ്പോൾ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ നടക്കുന്നത്. ആദ്യം നമ്മൾ വറ്റൽ ഉപ്പേരി മുതൽ തുടങ്ങി ഇഞ്ചി, നാരങ്ങ, അങ്ങനെ അച്ചാറ്, അവസാനം കാളം കറി, അതുവരെ ഒന്ന് അങ്ങ് നല്ലൊരു സദ്യയാണ്. ആദ്യം പരിപ്പ് വരും, പിന്നെ പരിപ്പിനൊപ്പം നെയ്യ് വരും, പിന്നെ ആ ഒരു കൂട്ടം സദ്യ കഴിച്ചിട്ട് പിന്നെ സാമ്പാർ വരും, പിന്നെ മോരും രസവും ഒക്കെ ആയി വരും. അങ്ങനെ അവസാനം പായസം വരും. പായസത്തിന് ശേഷം ബോളി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് ഈ മലബാറുകാർക്കൊക്കെ അറിയാത്തൊരു സംഭവമായിരിക്കും. ഇതാ ബോളിയാണോ ചേട്ടാ? ബോളി നല്ല മധുരമുള്ള നല്ലതാണ്. ബോളി പായസം കൂടെ ചേർത്താൽ നല്ല. ഇവിടെ തിരുവനന്തപുരത്തുകാർക്ക് ബോളി ഒഴിച്ചിട്ട് ഒരു ഓണസദ്യ ഇല്ല. ഇവിടെ മെയിൻ ക്യാരക്ടർ, സദ്യയിലെ മെയിൻ ക്യാരക്ടർ അത് ബോളിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ഊട്ടുപുരയിലെ വിശേഷങ്ങൾ. ഇനി നമുക്ക് കലാപരിപാടികളുള്ള സ്ഥലത്തേക്ക് പോവാം. അങ്ങനെ പൂക്കളം കണ്ടു, സദ്യ കണ്ടു, കലാപരിപാടികൾ കണ്ടു, പിന്നെ സുന്ദരിക്ക് പൊട്ടുതൊടൽ, കസേരക്കളി, വടംവലി, അങ്ങനെ നഗരസഭയിലെ ഓണാഘോഷങ്ങൾ ഇങ്ങനെ കത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇനി ഒരു കാര്യം കൂടെ ബാക്കിയുണ്ട്, അത് ഊഞ്ഞാലാണ്. അങ്ങനെ ഇതാ തിരുവനന്തപുരത്തെ ഓണാഘോഷങ്ങൾക്ക് കൊടി കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇതാ ഇങ്ങനെ പറക്കുകയായിരിക്കും തിരുവനന്തപുരത്തുള്ള എല്ലാവരും. അപ്പോൾ ഓണം കളറാവട്ടെ. ക്യാമറ പേഴ്സൺ സിജോ സുധാകരനോടൊപ്പം സനിസ ശോഭ ചന്ദ്രൻ, മീഡിയ 1 തിരുവനന്തപുരം.